ഹായ് എവരി വൺ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ വയറിംഗ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ടണൽ, കോറിഡോർ, ഗോഡൗൺ, അതുപോലെ ഹോസ്റ്റൽ പോലെയുള്ള സ്ഥലങ്ങളിനകത്ത് വയറിങ്ങിന് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സർക്യൂട്ട്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് സ്പെഷ്യൽ വയറിങ്ങിലെ ബേസിക് ആയിട്ട് വരുന്ന സ്റ്റെയർ കേസ് വയറിങ്. സ്റ്റെയർ കേസ് വയറിംഗ് എന്ന് പറയുമ്പം 1 ലാമ്പ് കൺട്രോൾഡ് വിത്ത് 2 സ്വിച്ചസ് ഫ്രം 2 ഡിഫറെൻറ്റ് പ്ലേസസ്. ഒരു ലാമ്പിനെ 2 ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വയറിംഗ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ 2 സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതും ഡബിൾ പോൾ സ്വിച്ചസ് അല്ലെങ്കിൽ 2 വേ സ്വിച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റെയർ കയറി പോകുന്ന ആൾക്കും അതുപോലെ സ്റ്റെയർ ഇറങ്ങി വരുന്ന ആൾക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന, താഴെയും ഒരു സ്വിച്ച് മേലെയും ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റെയർ കേസ് വയറിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ടണൽ ലൈറ്റിംഗ് സ്വിച്ചസ്. 1 light will not be sufficient to give enough illumination in the case of a tunnel where darkness is more. ടണലിൽ പറയുകയാണെങ്കിൽ ഡാർക്ക്നെസ് അവിടെ പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഒരു ബൾബ് മാത്രം കത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് അതിലൂടെ നടന്നു പോകുന്ന ഒരാൾക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്കവാറും ഒന്നിൽ കൂടുതൽ ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യേണ്ടി വരും. ഹെൻസ് ദ ടണൽ വയറിംഗ് നീഡ്സ് ടു അറ്റ്ലീസ്റ്റ് 2 lights to be on at a time while a person moves inside a tunnel and goes out. അപ്പോൾ ഒരാൾ അതിലൂടെ നടന്നു പോയിട്ട് പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് അയാൾക്ക് 2 ബൾബെങ്കിലും 2 ലൈറ്റെങ്കിലും ഇലുമിനേറ്റ് ചെയ്യേണ്ടി വരും. A person walking along the tunnel can successively light behind 2 lamps ahead. അയാൾക്ക് അയാളുടെ മുന്നിലുള്ള, അയാൾ നടന്നു പോകുന്നതിൻ്റെ മുന്നിലുള്ള 2 ലൈറ്റ് ആദ്യമേ ഓൺ ചെയ്യുകയും വേണം. ആൻഡ് പുട്ട് ഓഫ് എ ലാമ്പ് ബിഹൈൻഡ് വിത്ത് 1 സ്വിച്ച്. അയാളുടെ പുറകിലുള്ള ലാമ്പിനെ ഓഫ് ചെയ്യുകയും വേണം. അതായത് അയാൾ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മുന്നിലുള്ള 2 ലൈറ്റ് കത്തുകയും വേണം, പുറകിലുള്ള ഒരു ലൈറ്റ് ഓഫ് ചെയ്യുകയും വേണം. ഈ രീതിയിലാണ് അവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. സോ ഇതിന് എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് 2 വേ സ്വിച്ചസ് ആണ് ഇവിടെ എല്ലാ സ്വിച്ചും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലൈനും ന്യൂട്രൽ ലൈനും കണക്ട് ചെയ്തിട്ടുണ്ട്. 4 സ്വിച്ചസ് ആണ് ഇവിടെ ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ മോഡ് ചാർട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ അയാളിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് S1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ചെയ്തു. S1 എന്ന് പറയുന്ന സ്വിച്ച് ഇവിടെ S1 ഓൺ ചെയ്തു. S1 ടിക്ക് കാണിച്ചിട്ടുണ്ട്. S1 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3 സ്വിച്ചും ഓഫാണ്. ലാമ്പ് L1 ടിക്ക് കാണിച്ചിട്ട് എന്ത് വരും? അയാളത് ഓൺ ചെയ്യുമ്പോൾ 2 ലൈറ്റ്, മുന്നിലുള്ള 2 ലൈറ്റ് എന്ന് പറയുമ്പോൾ L1ഉം L2ഉം ബ്രൈറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് അയാൾ വീണ്ടും S2 ഓപ്പറേറ്റ് ചെയ്തു. S2 ഓപ്പറേറ്റ് ചെയ്താൽ S1 ഓൾറെഡി ഓൺ പൊസിഷനിലാണ്. നെക്സ്റ്റ് അയാൾ S2 ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഓൺ ആയിട്ടിരിക്കുന്ന L1ൽ വീണ്ടും അയാൾ S2 ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? L1 ഓഫ് ആവും. L1 ഓഫായിട്ട് L2ഉം L3ഉം ബ്രൈറ്റ് ആവും. L2 ഓൾറെഡി ബ്രൈറ്റ് ആണ്, ഒന്നുകൂടെ L3ഉം കൂടെ കത്തും. ദെൻ അതുപോലെ തന്നെ അയാൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുമ്പം S3 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ L2 ഓഫ് ആവും. ഇവിടെ ഇപ്പം L1 ഓൾറെഡി ഓഫാണ്, L3ഉം L4ഉം കത്തും. ദെൻ നെക്സ്റ്റ് അയാൾ വീണ്ടും S4 സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ L4ഉം ക്ലോസ് ആയി പോകും. എന്നാൽ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇനി വേറെ ലൈറ്റിംഗ് അയാൾക്ക് ആവശ്യമില്ല, അയാൾ ടണലിൻ്റെ പുറത്തേക്ക് കടന്നു. സോ അപ്പം L4 ലാസ്റ്റ് ബൾബും കൂടെ ഓഫായി പോകും. നെക്സ്റ്റ് വൺ വരുന്നത് കോറിഡോർ വയറിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് ദ ഫസ്റ്റ് സ്വിച്ച് ഇൻ ദ 1 സെറ്റ് മേക്സ് ദ ഫസ്റ്റ് ലൈറ്റ്സ് ടു സ്വിച്ച് ഓൺ. ഇവിടെ നമ്മൾ സ്വിച്ചസിന് സെറ്റുകളായിട്ടാണ് കൊടുക്കുന്നത്. ഒരു കോറിഡോറിലൂടെ ഒരാൾ നടന്നു പോകുമ്പം അയാൾക്ക് ലൈറ്റിന് ആവശ്യമായിട്ടുള്ള വയറിങ്ങിനെയാണ് കോറിഡോർ വയറിംഗ് എന്ന് പറയുന്നത്. അപ്പം നീണ്ട ഒരു കോറിഡോർ ആയിരിക്കും, 2 ഭാഗത്തേക്കും റൂംസൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ നിറയെ റൂംസ് ഉണ്ടാകും ഒരു കോറിഡോറിൽ. അപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് സ്വിച്ചിങ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പം ഒരു സെറ്റിലെ ഫസ്റ്റ് ഓരോ സെറ്റുകളായിട്ടാണ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു സെറ്റിനകത്ത് ഫസ്റ്റ് സ്വിച്ച് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്തേക്ക് ഫസ്റ്റ് ലൈറ്റ് ഓൺ ആവും. ഓപ്പറേറ്റിംഗ് ദ സെക്കൻഡ് സ്വിച്ച് ഇൻ ദ ഫസ്റ്റ് സെറ്റിനെ തന്നെ രണ്ടാമത്തെ സ്വിച്ച് വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈറ്റ് ഓഫ് ആവുകയും വേണം. അത് അയാൾ ഫ്രണ്ടിലേക്ക് നടന്നു പോകുന്ന സമയത്തേക്ക് ആദ്യം അയാൾ ഒരു സ്വിച്ച് ഓൺ ചെയ്തു, അതിനകത്ത് അയാളുടെ ഒരു ലൈറ്റ് ഫ്രണ്ടിൽ ബ്രൈറ്റ് ആവണം. അതേസമയം തന്നെ അടുത്ത സ്വിച്ച് ഓൺ ചെയ്യുമ്പം അയാളുടെ ആദ്യമേ ഓൺ ആയ ലൈറ്റ് ഓഫ് ആവുകയും വേണം. ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടേയിരിക്കണം. ആൻഡ് എക്സാമ്പിൾ പറയുന്നത് ദ കോറിഡോർ മേ ഹാവ് എ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ബൈ ഡിഫറെൻറ്റ് പേഴ്സൺസ്. ഒരുപാട് റൂമുകൾ ഉണ്ടാവുമായിരിക്കും ഫ്രണ്ടിലായിട്ട്. ഒരാൾ വെൻ മൂവ് ടുവേർഡ്സ് ഹിസ് റൂം, ഒരാൾ അയാളുടെ റൂം നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നടന്നു പോകണമെങ്കിൽ ഫ്രണ്ടിൽ എന്ത് വേണം? ലൈറ്റ് വേണം. ദ മൊമെൻറ്റ് ഹി ഫൈൻഡ്സ് ഹിസ് റൂം ആൻഡ് ഓപ്പൺസ് ഇറ്റ്, അയാളുടെ റൂം കണ്ടുപിടിച്ച് തുറന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്ത് വേണ്ട? അവിടെയുള്ള ലൈറ്റ് ആവശ്യമില്ല. അപ്പോൾ അയാൾക്ക് തൊട്ട് പുറകിലുണ്ടായിരുന്ന ലൈറ്റെല്ലാം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് വേണം. ഈ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് അയാളുടെ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ റൂമിൻ്റെ തൊട്ട് പുറകിൽ, റൂമിൻ്റെ മുമ്പിൽ തന്നെയുള്ള സ്വിച്ചിൽ നിന്ന് ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. മോഡ് ചാർട്ട് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ലൈൻ വയറുണ്ട്, ന്യൂട്രൽ വയറുണ്ട്. ന്യൂട്രൽ വയർ ലൈറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ലൈൻ വയർ സ്വിച്ചിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റ്, തേർഡ് സെറ്റ്, ഫോർത്ത് സെറ്റ്, അങ്ങനെ 4 സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെറ്റിൽ നമ്മൾ ആദ്യത്തെ സ്വിച്ച് ഈ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതിനെ ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ലീഡ് താഴേക്ക് കിട്ടും.
ഈ ലീഡ് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, L1 ബ്രൈറ്റ് ആവും. ആണ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. L1 ബ്രൈറ്റ് ആവും. L1 ബ്രൈറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റിൽ തന്നെ രണ്ടാമത്തെ സ്വിച്ച് S12 ഓഫ് ചെയ്തു. S12 ഇപ്പോൾ ഓൺ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ ലീഡ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ S12 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, L1 ഓഫ് ആവും. അപ്പോൾ മൊത്തം സ്വിച്ചും ഇപ്പോൾ അവിടെ ഓഫായിട്ടാണ് കിടക്കുന്നത്. കാരണം അയാൾ ഇവിടെ എത്തിയപ്പോൾ L1 ഓൺ ചെയ്തു, L1 കത്തിക്കഴിഞ്ഞാൽ അയാളുടെ റൂം അയാൾ കണ്ടുപിടിച്ചു. അപ്പോൾ അയാൾ S12 ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ലൈറ്റിനെ അയാൾക്ക് വേണ്ട, അത് കട്ട് ചെയ്ത് പോയി. ഇനി നെക്സ്റ്റ് അയാൾക്കത് കിട്ടിയില്ല, അയാൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് L2 ബ്രൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ S21 ക്ലോസ് ചെയ്തു. S21 ക്ലോസ് ചെയ്യുന്ന സമയത്തേക്ക് L2 ലാമ്പ് ലൈറ്റ് ചെയ്യും. S22 ഓഫാക്കുന്ന സമയത്തേക്ക് L2 ഓഫായി പോകും. ഇങ്ങനെ ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ കോറിഡോർ വയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗോ ഡൗൺ ലൈറ്റിംഗ് സർക്യൂട്ടാണ്. ഹാവിങ് 3 ലാംപ്സ് L1, L2, L3 4 lamps L1, L2, L3 and L4 to be controlled such that if one moves in a go down in either direction, he can switch one light after the other in the forward direction. അയാളത് ഗോ ഡൗണിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഫോർവേഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ മുന്നിൽ വരുന്ന ഓരോ ലൈറ്റ് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എന്ത് ചെയ്യണം, ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓൾസോ ദ ലാമ്പ് വിച്ച് വാസ് ലൈറ്റഡ് ഏർലിയർ ഗെറ്റ്സ് സ്വിച്ച്ഡ് ഓഫ്. അപ്പോൾ ആദ്യമേ ഓൺ ചെയ്ത ലൈറ്റ് ഓഫ് ആവുകയും വേണം, മുന്നിലുള്ള ലൈറ്റുകൾ ഓൺ ആവുകയും വേണം. S1 ഈസ് ദ വൺ വേ സ്വിച്ച്. ഈ കേസിൽ 4 സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്, 4 ബൾബ് 4 സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിൽ S1 വൺ വേ സ്വിച്ചും ബാക്കി 3 2 വേ സ്വിച്ചും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വൈൽ കമ്മിങ് ബാക്ക് ഫ്രം ദി ഗോ ഡൗൺ, ഇനി ഗോ ഡൗൺ അയാൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ. വെൻ ദ പേഴ്സൺ സ്വിച്ച് ഓഫ് ദ L4 ഓഫ് ചെയ്യുന്ന സമയത്തേക്ക് ദെൻ ദ L3 വിൽ ബി ഓൺ. അടുത്ത മുന്നിലുള്ള L3 ഓൺ ആയിരിക്കണം. റിട്ടേൺ മൂവ്മെൻറ്റിനുള്ള ലൈറ്റ് പ്രൊവൈഡ് ചെയ്യണം. വെൻ ഹി ലീവ്സ് ദ ഗോ ഡൗൺ ഓൾ ദ ലൈറ്റ്സ് കുഡ് ബി സ്വിച്ച്ഡ് ഓഫ്. അങ്ങനെ അയാൾ ഗോ ഡൗണിൽ അയാൾ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മൊത്തം ലൈറ്റും ഓഫ് ആയിരിക്കുകയും വേണം. അപ്പോൾ അയാൾ മുന്നിലേക്ക് പോകുമ്പോൾ പിന്നിലുള്ളത് ഓഫ് ആവുകയും വേണം, മുന്നിലുള്ളത് ഓൺ ആവുകയും വേണം. അയാൾ ആ ഗോ ഡൗണിൽ ഇറങ്ങി കഴിയുമ്പോഴേക്കും എല്ലാ ലൈറ്റും ഓഫ് ആയിട്ടിരിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. സ്വിച്ച് S1 മാത്രം വൺ വേ സ്വിച്ചാണ്, ബാക്കി 3 2 വേ സ്വിച്ചായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മോഡ് ചാർട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് S1 ഓൺ ചെയ്തു, അയാൾ S1 ഓൺ ചെയ്തു. ഇവിടെ അയാൾ പുറകിലേക്കൊന്നും ഓഫ് ചെയ്യണില്ല, മുന്നിലുള്ളത് ഓൺ ചെയ്ത് പോണേ ഉള്ളൂ. S1 ഓൺ ചെയ്തു. S1 ഓൺ ചെയ്യുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കും, L1 ഓൺ ആയി. ഇനി അയാൾ ഫ്രണ്ടിലേക്ക് നീങ്ങി വീണ്ടും S2 ഓഫ് ചെയ്തു, S2 ഓൺ ചെയ്തു. S2 ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, S2 2 വേ സ്വിച്ചാണ്, L1 ഓഫ് ആവുകയും ചെയ്യും. അതേ സ്പോട്ടിൽ L2 ഓൺ ആവുകയും ചെയ്യും. ദെൻ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് S3 ഓൺ ചെയ്യും. S3 സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തേക്ക് L2 ഓഫ് ആവും, L3 ഓൺ ആവും. പിന്നെ അതേപോലെ തന്നെ വീണ്ടും S4 ഓൺ ആക്കുന്ന സമയത്തേക്ക് L3 ഓഫായി പോവും, L1 ബ്രൈറ്റ് ആവും. നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ഓർ ജയിൽ ഓർ ഹോസ്റ്റൽ വയറിംഗ് ആണ്. ബാങ്ക് അല്ലെങ്കിൽ ജയിലിൽ ഹോസ്റ്റൽ വയറിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഹോസ്റ്റൽ വയറിംഗ് എന്ന് പറയുമ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഹോസ്റ്റലിൽ അതുപോലെ ബാങ്കിലോ ജയിലിലോ ഒക്കെ ആണെങ്കിൽ ഇത് മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടാവും. ജയിലിലാണെങ്കിൽ ജയിൽ വാർഡൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു വാർഡൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ റൂമിൽ ആ ഒരു മാസ്റ്റർ സ്വിച്ച് പ്രൊവൈഡ് ചെയ്യും. അതായത് വാർഡന് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ആ വാർഡന് പറ്റുന്ന രീതിയിലാണ്. ജയിലിലൊക്കെ ആണെങ്കിൽ ഓരോരുത്തർക്ക് അതായത് റൂമുകളിൽ ജയിലുകളിൽ സെല്ലുകളിൽ ലൈറ്റ് ഓൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവില്ല. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മാസ്റ്റർ സ്വിച്ചിൽ ഒരൊറ്റ ആളായിരിക്കും ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഈ 3 ലാമ്പും പ്രൊവൈഡ് ചെയ്യാൻ ഒരൊറ്റ മാസ്റ്റർ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ മതി. അതെല്ലാം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. പ്ലസ് ഓരോന്നിനും അതിൻ്റെതായ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.